ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ള സിനിമ കണ്ടു. സിനിമ കൊള്ളാം, നല്ല രസമുണ്ട്. സിനിമ മൊത്തത്തിൽ കണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്, നല്ല ത്രില്ലിംഗ് ആണ്, എല്ലാം ഓക്കെയാണ്. പെർഫോമൻസ്, കാര്യങ്ങൾ, മ്യൂസിക് എല്ലാം കൊണ്ടും 2 മണിക്കൂർ നമുക്ക് ബോറടിക്കാതെ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ളത്. പിന്നെ അതിന്റെ തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പം അടുത്ത പടത്തോടെ തിരിച്ചു പോയിക്കോളും. അതാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പിന്നെ കുറച്ചുകൂടി എല്ലാ സിനിമയിലെയും കൂട്ട് വന്നു നിന്ന് ഡയലോഗ് ചെയ്തു പോകുന്ന ധ്യാനിനെ അല്ലാതെ ഇതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി പെർഫോം ഒക്കെ ചെയ്യുന്ന ഒരു ധ്യാനിനെ കാണാം. അങ്ങനെ മൊത്തത്തില് സിനിമ കൊള്ളാം. ഇപ്പം ഫാമിലി ആയിട്ടൊക്കെ പോകണമെങ്കിൽ എന്തായാലും ഈ ഒരു സിനിമയ്ക്കേ പോകത്തുള്ളൂ. സിനിമ ഞാൻ കണ്ടത് ഏകദേശം ഹൗസ്ഫുൾ ആയിട്ടായിരുന്നു സിനിമ കണ്ടത്. സിനിമയിലെ കുറച്ചധികം കോമഡിയും കാര്യങ്ങളും എല്ലാം ചിരിക്കാനുണ്ട്. അവസാനം വരെ ത്രില്ലിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിനെ യൂസ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തന്നെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ അടുത്ത സിനിമയിലോട്ടുള്ള ലീഡും ക്ലൈമാക്സിൽ ടൈറ്റിൽ കാർഡ് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ടൈറ്റിൽ കാർഡ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുക. ഫുള്ള് ടൈറ്റിലും എഴുതി കഴിഞ്ഞിട്ട് അടുത്ത 2026 റിലീസ് ആവുന്ന സിനിമയുടെ ഇത് കാണിക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന് ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ. എനിക്ക് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ കണ്ടു വരുമ്പോഴത്തേക്കും കുറ്റമൊന്നും പറയാനില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും മൊത്തത്തിൽ ഒരു സ്പീഡിലാണ് തീരുന്നത്. അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഓക്കെ ആയിരുന്നു. അവിടെ ചിരിക്കാനും ഉണ്ട്, എൻഗേജിങ്ങും ആയിരുന്നു. അപ്പൊ ശരി ഫ്രണ്ട്സ്, ആരെങ്കിലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.